പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ദ ലീഡ് സ്റ്റോറി ചർച്ച ചെയ്തത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ഒരു സംസ്ഥാനം തട്ടിയെടുത്ത കഥയെക്കുറിച്ചാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിലൂടെ വെളിപ്പെടുത്തിയത്. ഹരിയാന ഹൈഡ്രജൻ ബോംബ് പുറത്തുവിട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. എ കോൻ ഹേ എന്ന ടാഗ് ലൈനാണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിരിക്കുന്നത്. ശരിയാണ് ആ ചോദ്യം. എ കോൻ ഹേ, സീമ സ്വീറ്റി സരസ്വതി അതാരാണ്? ഹരിയാനയിലെ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹരിയാനയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലെയും കണക്കുകൾ ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസിന്റെ വിജയം തന്നെയാണ്. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളും കോൺഗ്രസിന്റെ വിജയമാണ് എടുത്തുകാട്ടിയത്. ഹരിയാനയിലെ ചരിത്രത്തിലാദ്യമായി യഥാർത്ഥ വോട്ടിങ്ങിനേക്കാളും പോസ്റ്റൽ വോട്ടുകൾ വ്യത്യസ്തമായിരുന്നുവെന്നും ഒരു സംസ്ഥാനത്തെ മുഴുവനായും തട്ടിയെടുത്തുവെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ കണക്കുകൾ സഹിതം ആരോപിക്കുന്നു. ഹരിയാനയിലെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തങ്ങളുടെ പക്കലുണ്ടെന്ന് തിരഞ്ഞെടുപ്പിന് 2 ദിവസത്തിനു ശേഷം എന്തടിസ്ഥാനത്തിലാണ് ഹരിയാന മുഖ്യമന്ത്രി പറഞ്ഞത്? കോൺഗ്രസ് പാർട്ടി ജയിക്കുമെന്ന എക്സിറ്റ് പോളുകൾ അടക്കം എല്ലാ കണക്കുകളും വ്യക്തമാക്കിയപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് അത്തരത്തിൽ പറയാനായത്? 22,000 വോട്ടിനാണ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത്. ഒരു യുവതി 10 ബൂത്തുകളിലായി 22 തവണ വോട്ട് ചെയ്തിരിക്കുന്നു. ഇത് കേന്ദ്രീകൃത ഓപ്പറേഷനാണ്. ഇത് ബൂത്ത് ലെവലിൽ നടന്ന പ്രവർത്തനമല്ല. ഈ യുവതി ബ്രസീലിയൻ മോഡലാണ്. 25 ലക്ഷം വോട്ട് കൊള്ളയുടെ ഒരു ഉദാഹരണമാണ് ഈ യുവതി. ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഈ യുവതി ഇടം പിടിച്ചതെങ്ങനെ? 5 ലക്ഷത്തിലധികം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരാണ് ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. വ്യാജവിലാസങ്ങൾ 93ലധികവും 19 ലക്ഷത്തിലധികം ബൾക്ക് വോട്ടുകൾ ഫോം 6ഉം 7ഉം ദുരുപയോഗം ചെയ്തിരിക്കുന്നു. ഇതിന്റെ എല്ലാം വ്യക്തമായ തെളിവുകളുണ്ട്. ഹരിയാനയിൽ 2 കോടി ജനങ്ങളാണുള്ളത്. അതിൽ 25 ലക്ഷം കള്ള വോട്ടുകൾ നടന്നു. 8-1 വോട്ടർമാർ വ്യാജന്മാരാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. അത് ശരിയാണ്. ആ പറഞ്ഞ വാചകം ഏറെ പ്രസക്തവുമാണ്. 100 വോട്ടുകൾ ചെയ്തത് ഒരേ ഫോട്ടോയിലുള്ളയാൾ 1 ലക്ഷത്തിലധികം വോട്ടുകൾ വ്യാജ ഫോട്ടോ ഉപയോഗിച്ച് നടന്നു. ആർക്കു വേണമെങ്കിലും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു ഇങ്ങനെ. ഓപ്പറേഷൻ സർക്കാർ ചോരിയാണ് ഹരിയാനയിൽ നടന്നത്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വൻ ഗൂഢാലോചന നടന്നു. ബൂത്തുകളിലെ CCTV രേഖകൾ അടക്കം നശിപ്പിച്ചു. വ്യാജന്മാരെ നീക്കിയാൽ സത്യസന്ധമായ തിരഞ്ഞെടുപ്പ് നടക്കും. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അവരെ നീക്കാത്തത്. കമ്മീഷന് സത്യസന്ധമായ തിരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹമില്ല. ആയിരക്കണക്കിന് BJP പ്രവർത്തകരും നേതാക്കളും ഹരിയാനയിലും ഉത്തർപ്രദേശിലും വോട്ട് ചെയ്തു. ജയിക്കാൻ വേണ്ടി വ്യാപകമായി വോട്ട് ചേർക്കുമെന്ന് കേരളത്തിലെ BJP നേതാവ്, അതായത് വൈസ് പ്രസിഡന്റ് V ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. ഹൗസ് നമ്പർ 0 വീടില്ലാത്തവർക്കാണ് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത്. എന്നാൽ ഇവർ യഥാർത്ഥത്തിൽ വീടില്ലാത്തവരല്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കള്ളം പറയുന്നതിന്റെ തെളിവാണിത്. രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് ഇങ്ങനെയാണ്. BJPയുടെ മറുപടി വാദം ഇങ്ങനെയുമാണ്. കോൺഗ്രസുകാർക്ക് ഹരിയാനയിൽ ഇത്രയ്ക്ക് സ്വാധീനമുണ്ടെങ്കിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ തന്നെ ഇത് കണ്ടെത്തുമായിരുന്നില്ലേ? അതാണ് ഇതിനെതിരെ ഉയരുന്ന ഒരു ചോദ്യം. വോട്ടർ പട്ടിക വെറുതെ ഉണ്ടാക്കുന്നതല്ല. അത് പ്രസിദ്ധീകരിച്ച ശേഷം രാഷ്ട്രീയ പാർട്ടികൾ അത് കൂലങ്കഷമായി പഠിക്കും. ബൂത്ത് തലങ്ങളിൽ തന്നെ പരിശോധന നടക്കും. എന്നിട്ടും നേരിട്ട് പരാതികൾ ഉണ്ടെങ്കിൽ അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തി എന്ന കാര്യം രാഷ്ട്രീയ പാർട്ടികൾ ഉറപ്പുവരുത്തും. എന്തിന് വോട്ടിംഗ് ദിവസം പോലും ബൂത്ത് തല പ്രവർത്തകർ അതത് വാർഡുകളിലെ വോട്ടർമാരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പ് വിതരണം ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോഴൊന്നും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസുകാർക്ക് 25 ലക്ഷം കള്ള വോട്ടർമാരെയും 5.21 ലക്ഷം ഇരട്ട വോട്ടർമാരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ എന്നാണ് ചോദ്യം ഉയരുന്നത്. ഇങ്ങനെ ഒരു കോൺഗ്രസും കൊണ്ട് നടക്കുന്നത് എന്തിന് എന്ന ചോദ്യവും ഉയരുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇത്രയും കഴിവുകെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി പിരിച്ചുവിട്ടുകൂടെ എന്ന ചോദ്യം BJP ഉയർത്തുന്നു. അതിനിടെ ജൻസികളെ അടുപ്പിക്കാനുള്ള നീക്കമായും രാഹുലിന്റെ ഈ വാർത്താ സമ്മേളനത്തെ കാണുന്നു. ജൻസികളെ കൊണ്ടുവരുന്നത് കലാപമുണ്ടാക്കാനാണെന്ന വാദവും ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. അതിനിടെ ഹരിയാനയിൽ 2024 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ കള്ളവോട്ടുകളും കൃത്രിമവും നടന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം നുണയാണെന്ന് ഹരിയാനയിലെ BJP മുഖ്യമന്ത്രി നയാബ് സിംഗ് ഡെസ്നി പ്രതികരിക്കുന്നു. രാഹുൽ ഗാന്ധി നുണ പറയുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം 4 ദശകത്തോളം ഇന്ത്യ ഭരിച്ചവരാണ്. എന്നിട്ടും രാഹുൽ ഗാന്ധി നുണ പറയുകയാണ്. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധിക്ക് വിഷയങ്ങളില്ലാത്തതിനാൽ ആളുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പറയുന്നത്. നയാബ് സിംഗ് സൈനി ഇങ്ങനെയാണ് പ്രതികരിച്ചതും. സത്യസന്ധതയ്ക്കും നീതിക്കും പേരുകെട്ട മുഖ്യമന്ത്രിയാണ് ഹരിയാനയിലെ നയാബ് സിംഗ് സൈനി. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈകോർത്ത് വോട്ടർ പട്ടികയിൽ വ്യാപകമായി കൃത്രിമം നടത്തുക വഴിയാണ് ഹരിയാനയിലെ 8 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് തോറ്റതെന്നും ഇതാണ് കോൺഗ്രസിന്റെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമായതെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിക്ക് നേരെ ആഞ്ഞടിച്ചിരുന്നു. ഹരിയാനയിലെ കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ആരോപണത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നില്ലേ എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം.
രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ 8-ൽ 1 കള്ളവോട്ട് ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ അറിയാതിരിക്കുമോ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറ്റൊരു ചോദ്യവും. ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കപ്പെടുന്നുവെങ്കിൽ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയിൽ പോകാതെ തുടർച്ചയായി വാർത്താ സമ്മേളനം നടത്തുക വഴി പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന ആരോപണവും ശക്തമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയിൽ പോകാത്തത് എന്ന് ബുധനാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ രാഹുൽ ഗാന്ധിയോട് ഇക്കാര്യം തിരക്കിയിരുന്നു. എന്നാൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അപ്പോൾ തന്നെ മറുപടിയും അദ്ദേഹം കൊടുത്തിരുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. ഈച്ച പറന്നാൽ പോലും സുപ്രീം കോടതിയെ സമീപിക്കുന്നവരാണ് ഗാന്ധി കുടുംബം. അവർക്കായി വാദിക്കാൻ കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി, പ്രശാന്ത് ഭൂഷൺ തുടങ്ങി അഭിഭാഷകരുടെ നീണ്ട നിരയുണ്ട്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് വേണ്ടി കൃത്രിമം നടത്തുന്നുവെങ്കിൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ കള്ളമാണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നും ഇതിന് ഉത്തരം പറയാതെ രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നതിനർത്ഥം ഇതിന് പിന്നിൽ എന്തോ ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് എന്നും BJP വൃത്തങ്ങൾ പറയുന്നു. നേപ്പാൾ മോഡൽ കലാപമുണ്ടാക്കി നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാമെന്ന വ്യാമോഹമാണ് രാഹുൽ ഗാന്ധിയെ നയിക്കുന്നതെന്നും BJP പറയുന്നു. ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് എന്നും കരുതപ്പെടുന്നു. കാരണം വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ഉള്ളടക്കം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് രാഹുൽ ഗാന്ധിക്ക് അയച്ചു കൊടുക്കുന്നത് എന്ന നേരത്തെ തെളിവുകൾ സഹിതം ആരോപണം ഉയർന്നതാണ്. ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന വ്യക്തമായ ബോധ്യമുള്ളതിനാൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സുപ്രീം കോടതി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയല്ലെന്ന് വരുത്തി തീർക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമം എന്നാണ് മറ്റൊരു വാദവും. വിവിധ രാജ്യങ്ങളുടെ ഭരണം അട്ടിമറിക്കുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ശക്തികളുടെ സ്ഥിരം ശൈലിയാണ് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയിലൂടെ നടപ്പാക്കപ്പെടുന്നത് എന്ന് പല രാഷ്ട്രീയ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം വ്യക്തമാണ്. മോദി പ്രധാനമന്ത്രിയായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണെന്ന് വരുത്തി തീർക്കുകയാണ് ലക്ഷ്യമെന്നും BJP കുറ്റപ്പെടുത്തുകയാണ്. ഈ നുണ പറഞ്ഞതിന് ശേഷം ഇന്ത്യ മുന്നണി, ഇസ്ലാമിക മതമൗലികവാദികൾ, ഖലിസ്ഥാൻവാദികൾ, NGO-കൾ, ക്യാമ്പസിലെ രാഷ്ട്രീയമറിയാത്ത ഒരു വിഭാഗം കൗമാരക്കാർ, മാവോയിസ്റ്റുകൾ, മതപരിവർത്തന ലോബികൾ എന്നിവരെ തെരുവിലിറക്കി കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണെന്നും BJP പറയുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സമീപിക്കേണ്ടത് സുപ്രീം കോടതിയാണ്. അതിന് രാഹുൽ ഗാന്ധി മടിക്കുന്നത് ആരോപണത്തിന് വ്യക്തമായ തെളിവുകളില്ല എന്ന കാരണത്താലാണ്. അപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പ്രശ്നമുയർത്തി മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് പുകമറ സൃഷ്ടിക്കുക എന്ന വഴിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുവഴി രാജ്യവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ച് കലാപം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് ഉറ്റുനോക്കുന്നതെന്നും സംഘപരിവാർ മാധ്യമമായ ജന്മഭൂമിയും ആരോപിക്കുകയാണ്. ഈ വീഡിയോയുടെ ചർച്ചയ്ക്ക് അവസാനം നമുക്ക് ഉയർന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇവിടെ നടന്നത് ഒരു കേന്ദ്രീകൃത തട്ടിപ്പാണോ? ഒരു സംസ്ഥാനം തട്ടിയെടുത്തതിന്റെ തെളിവുകൾ അവതരിപ്പിച്ചപ്പോൾ ആരെയൊക്കെയോ അത് ചൊടിപ്പിക്കുന്നുണ്ടോ? അതോ ഇതൊരു ജൻസി കലാപത്തിലേക്ക് തിരികൊളുത്തലാണോ? പ്രിയ പ്രേക്ഷകരാണ് ചർച്ച ചെയ്യേണ്ടത്. നിങ്ങളുടെ വിലയേറിയ ചർച്ചകൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു ലീഡ് സ്റ്റോറിയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.